ഇങ്ങനെയൊരു മാറ്റം കേരളത്തിന് വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനാക്കി മാറ്റിയതിൽ അടിയന്തരാവസ്ഥയ്ക്ക് ഏറ്റവും വലിയ സ്ഥാനമുണ്ട്. ജനങ്ങളൊരു പ്രശ്നം കൊണ്ട് പിണറായിയെ കാണട്ടെ. ജനങ്ങളോട് ഇത്രയും സൗമ്യത കാണിച്ച വേറൊരു ഭരണകർത്താവുണ്ടോ? പിണറായി ഇന്നത്തെ കാര്യം മാത്രമല്ല നോക്കുക, വരും കാലം കൂടി നോക്കിയിട്ട് അത് പ്ലാൻ ചെയ്ത ഇവിടെ നടന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ പിണറായിയുടെ കാർക്കശ്യം, ആ കാർക്കശ്യം ആരായാലും അനുഭവിക്കും. കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്കാൾ, അന്ന് മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ പ്രതാപങ്ങളും ഇന്നത്തേക്കാൾ പ്രതാപമുള്ള കാലമാണ്. ആ കാലത്ത് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ആ ചെയറിലിരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയാൻ പറ്റും. എൻ്റെ ഒരു ഓർമ്മ അനുഭവം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഈ പൊതുമരാമത്ത്. അതെ, അഴിമതിയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വകുപ്പായിരുന്നു. അഴിമതിക്കെതിരെ സമരം ചെയ്യുകയും പൊതുമരാമത്ത് വകുപ്പിനെ പരമാവധി നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്താണോ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലെ പദ്ധതി പണം എങ്ങോട്ടും ചോർന്നു പോകാതെ നിർമ്മാണത്തിന് വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല തന്നെയായിരുന്നു നിർവഹിച്ചത്. അങ്ങനെ ഒരു ചുമതല താങ്കളിലേക്ക് വരാൻ മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിലിരുന്നുള്ള പരിചയമില്ല. പാർട്ടി പ്രവർത്തകനായിരുന്നു, ഒരു വിദ്യാർത്ഥി നേതാവാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു ഇത്രയും വലിയൊരു സംവിധാനത്തിൻ്റെ മന്ത്രിയുടെ PS A to Z ആണ്. അത് എല്ലാവർക്കും, രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്. ആ വകുപ്പിൻ്റെ ഭരണതലത്തിലെ ഒരു പക്ഷേ അവസാന വാക്ക് മന്ത്രി പറയുന്ന താങ്കളിലൂടെ ആയിരിക്കും, അല്ലാതെ മന്ത്രി എല്ലാത്തിനും നേരിട്ട് ഇടപെടുന്നില്ല. അത്തരം ഒരു വലിയ ചുമതല വരുമ്പോൾ പകച്ചു പോയിട്ടുണ്ടോ? അതിലെങ്ങനെയാണ് അതിനെ നേരിട്ട്? ഒരു പകച്ചു പോലും ഉണ്ടായിട്ടില്ല. പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായും SFI പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും കൈകാര്യം ചെയ്യുന്ന ചുമതലകളുണ്ടല്ലോ, അത് നിങ്ങൾ ഏത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ഏത് IAS കാരനും ഏത് IPS കാരനും കൈകാര്യം ചെയ്യുന്ന ചുമതലയേക്കാൾ വലിയ ട്രെയിനിങ് ആണ് പാർട്ടി ഞങ്ങൾക്ക് തരുന്നത്. SFIയുടെ സെക്രട്ടറിയായി കേരളത്തിൽ മുഴുവൻ ഓടി നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന ഒരാൾക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്നല്ല, അതിനപ്പുറത്തെന്ത് ചുമതല കൊടുത്താലും അതെല്ലാം നിർവഹിക്കാനുള്ള ട്രെയിനിങ് ഈ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ നേടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം TK ഹംസയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് താങ്കൾ വരുന്ന പൊളിറ്റിക്കൽ പോസ്റ്റ് ഏതാണ്? പോസ്റ്റിലേക്കല്ല ഞാൻ പോയത്. ഞാൻ 89 ആ പോസ്റ്റ് റിസൈൻ ചെയ്തു. 89 കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരായിട്ട്. അന്ന് കണ്ണൂർ എന്ന് പറയുന്നത് നമുക്ക് ജയിക്കാൻ കഴിയാത്തൊരു മണ്ഡലം, മുല്ലപ്പള്ളിയുടെ ഒരു കോട്ടയായിരുന്നു. ആ കോട്ടയിൽ അടക്കമുണ്ടാക്കാൻ ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി വേണം എന്ന് പാർട്ടി കണ്ടതുകൊണ്ടാണ് അവിടെ തന്നെ റിസൈൻ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതേ തുടർന്ന് അതിൽ ജയിച്ചില്ല, പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഞാൻ വക്കീലായത്. അത് എങ്ങനെയാണ് സംഭവിച്ചത്? അത് കഴിഞ്ഞ് പരാജയപ്പെട്ടപ്പോൾ T ഗോവിന്ദനാണ് സെക്രട്ടറി. T ഗോവിന്ദനാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ഗോവിന്ദനെ പറഞ്ഞാൽ എനിക്കൊന്ന് പരീക്ഷ എഴുതണം, ഗോവിന്ദൻ 2 മാസത്തെ ലീവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തോറ്റത്തിൻ്റെ അനുഭവം കൂടി മനസ്സിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതിന് പരീക്ഷ എഴുതിക്കോന്ന് പറഞ്ഞു. അത് എഴുതിക്കോന്ന് പറഞ്ഞു. 24 പേപ്പർ എഴുതാനുണ്ട്. 24 2 മാസം കൊണ്ട് പഠിച്ചെടുത്തു. അപ്പോൾ എവിടുന്ന് എഴുതും എന്നതാണ് പ്രശ്നം. ഗോവിന്ദനാട്ടൻ ലീവ് തന്നു, പോയിക്കോളാൻ പറഞ്ഞു 2 മാസം. ഞാൻ നേരെ കോഴിക്കോട് കേളുവട്ടൻ അഭയം പ്രാപിച്ചു. കേളുവട്ടൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പരീക്ഷ എഴുതൽ എളുപ്പമായിരിക്കില്ല. കേളുവട്ടൻ ഉപയോഗിച്ച് അതേ വാക്ക് പറഞ്ഞ അല്ല, കോഴിക്കോട്ടിരുന്നിട്ട് ഒരുപാട് നമുക്ക് SFIയുടെയൊക്കെ പ്രവർത്തകരുണ്ടല്ലോ, ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ കേളുവട്ടൻ പറഞ്ഞു നിനക്ക് ഇവിടുന്ന് പരീക്ഷ എഴുതാൻ കഴിയില്ല, കാരണം നിൻ്റെ കാരാടങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. ഉപയോഗിച്ച വാക്കതാ കാരാടങ്ങൾ. പിന്നെ ഒരു മാർഗ്ഗം ശിങ്കിടികൾ, അടുത്ത പരിചയക്കാർ, അടുപ്പക്കാർ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കേളുവട്ടൻ തന്നെ ഒരു പ്രതിവിധി പറഞ്ഞു. ഇവിടെ പാർട്ടി ഓഫീസ് ഞാൻ കിടക്കുന്ന മുറിയുടെ അപ്പുറത്തൊരു ചെറിയ മുറിയുണ്ട്, സൗകര്യം കുറവാണ്, ഒരു സിംഗിൾ കോട്ടഡിൻ്റെ സ്ഥലമേ അതിലുള്ളൂ, പക്ഷേ ബാത്റൂമുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങാൻ എനിക്ക് സാധിക്കും. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരുത്തനിക്ക് മേലെ കയറില്ല. അങ്ങനെ വീട്ടു നടങ്കിൽ പോലെ അവിടെ കടത്തിയിട്ടാണ് 2 മാസം കൊണ്ട് പഠിച്ചെടുത്തു. കേളുവട്ടനെ പരീക്ഷ എഴുതിപ്പിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 24 പേപ്പറും പാസ് കിട്ടി. പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് എനിക്കൊരു ഹോബിയാണ്. ഞാനൊരു പരീക്ഷ എഴുതാൻ അതിന് തോൽക്കാറില്ല. LLB പാസ്സായി. LLB പാസ്സായി. അങ്ങനെ LLB പാസ്സായി. അതിനുശേഷം പിന്നെ എങ്ങോട്ടാണ്?
LLB പാസ്സായി കഴിഞ്ഞതിന് ശേഷം പാർട്ടി പ്രവർത്തനത്തിൽ തന്നെ സജീവ അത് പാർട്ടി കഴിഞ്ഞ് പാർട്ടിയിൽ പ്രവർത്തകനായി. ഏത് സ്ഥാനത്തേക്കാണ് വരുന്നത്? അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐ വർക്ക് ഡിവൈഎഫ്ഐയുടെ ഏത് പോസ്റ്റിലേക്കാണ് വരുന്നത്? ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നീ പോസ്റ്റുകൾ ആ സമയത്താണ്. ആ സമയത്ത് കടന്നു പോകുന്നു, ഡിവൈഎഫ്ഐയിലൂടെ കടന്നു പോകുന്നു. പിന്നെ ഡിവൈഎഫ്ഐയിലുള്ളപ്പം പിന്നീട് പ്രധാനമായിട്ട് വന്നത് നേതൃത്വം കൊടുത്ത ദേശാഭിമാനിയുടെ മാനേജറായി ചുമതല. അത് ഏത് ഇയറിലാണ്? അത് ഈ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിലാണ്. അപ്പം ഈ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഓർമ്മയിൽ വരുന്ന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ പറയാൻ. കേരളമാകെ സ്തംഭിപ്പിച്ച്, കേരളത്തിലാകെ വെച്ചുകൊണ്ടുള്ള മനുഷ്യച്ചങ്ങല എന്ന് പറയുന്ന പദ്ധതിയൊക്കെ വന്ന ആ ഘട്ടം. ഒട്ടു വളരെ സമരങ്ങൾ. ഈ പോലീസിന്റെ മർദ്ദനം എന്ന് പറയുന്നത് ഏതൊക്കെ ടൈമിലാണ്, ഏതൊക്കെ സംഭവങ്ങൾ? ഈ ഘട്ടത്തിലെല്ലാം ഉണ്ട്. അടി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത്. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അവസാനം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന കാലം വരെ നീണ്ടു നിന്ന ഏതെല്ലാം സമരമുണ്ടോ അതിലെല്ലാം അടി കിട്ടാറുണ്ട്. അത് തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് എല്ലാ ജില്ലയിലും സമരങ്ങളിൽ പങ്കെടുക്കും, അടി കിട്ടും. ഈ പാർട്ടിയിൽ എപ്പോഴാണ് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറി, കണ്ണൂർ പോലുള്ള ഒരു ജില്ലയുടെ അമരത്തേക്ക് താങ്കൾ നിയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? അതിനു മുമ്പ് ഞാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നുണ്ട്. നായനാരുടെ EK നായനാർ. ഞാൻ ദേശാഭിമാനി 96 കണ്ണൂർ ദേശാഭിമാനി രൂപീകരിക്കണം തീരുമാനിച്ചപ്പോൾ അതിന് കെട്ടിടം എടുക്കണം, സ്ഥലമെടുത്തു, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയോഗമാണ് എനിക്കവിടെ മാനേജറായിട്ട് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് EK നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. 5 വർഷം. 5 ആ വർഷം. കാലഘട്ടം എങ്ങനെയാണ്? EK നായനാർ ആ കാലഘട്ടം കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനും കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിനും അമ്പത്തയിലെ ഗവൺമെൻറ് മുതൽ ഇങ്ങോട്ട് ആരംഭിച്ചതിൻ്റെ ഒരു വലിയ സംരംഭമായിരുന്നു. എന്തായിരുന്നു അന്നത്തെ ഒരു ഡ്രീം പ്രൊജക്റ്റുകൾ? ഒരു രണ്ടെണ്ണം പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനകീയാസൂത്രണം. അന്നാണ് ജനകീയാസൂത്രണം രൂപീകരിച്ചത്. ജനങ്ങൾ ഭരിക്കപ്പെടുകയായിരുന്നു അതുവരെ. ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന പദ്ധതികളെല്ലാം മേലെ നിന്ന് താഴോട്ട് വരികയാണ്. ഇത് മാറിയിട്ട് ജനങ്ങൾക്ക് പ്ലാനിങ്ങിൻ്റെ ഗ്രാമസഭ ചേർന്ന് ഒരു നിശ്ചിത ശതമാനം കൊടുക്കുകയാണ്. അത് നിങ്ങൾ പ്ലാൻ ചെയ്തോ നിങ്ങളുടെ നാട്ടിൽ എന്താ വേണ്ടത്. അപ്പോൾ ഗ്രാമസഭകൾ അങ്ങോട്ട് സംവിധാനം പോകും. അത് ആ കാലത്ത് ഈ സാക്ഷരത അതിനു മുമ്പാണ്. അതിനു മുമ്പ് കുടുംബശ്രീ സംവിധാനം വന്നത്. ആ കുടുംബശ്രീ സംവിധാനം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെയുള്ള ഒരുപാട് തർക്കങ്ങൾ നിൽക്കുന്ന കാലം. ഇപ്പം ആ കുടുംബശ്രീ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ അവരുടെ അവകാശങ്ങൾ നേടാനും വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. കഴിവുകൾ ആ 5 വർഷക്കാലം ഈ നായനാരോടൊപ്പം പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ നേരിട്ട പ്രധാന പ്രതിസന്ധികൾ മനസ്സിലെപ്പോഴും ഇതൊരു തലവേദനയാണല്ലോ. അങ്ങനെ ഒരു തലവേദന ഒരിക്കലും ഒരു എന്തിനേയും നേരിടാനുള്ള കരുത്ത് നേരിടാനുള്ള. ഓ, അപ്പൊ അങ്ങനെയുള്ള നായനാരായിട്ടുള്ള ഒരു വ്യക്തിബന്ധം എങ്ങനെയായിരുന്നു? ഭയങ്കര രസകരമായ ഒരു മനുഷ്യനാണല്ലോ, ഭയങ്കര ലാളിത്യവും. ആ സമയത്ത് നായനാരോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ ഒരു അനുഭവം ഞാൻ പറയാം. അപ്പോൾ പോലീസ് ഉണ്ടല്ലോ, ഹോമും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തു. അപ്പോൾ പോലീസിൻ്റെ പല വിഷയങ്ങളും നായനാർ എന്നെയാണ് ഏൽപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് കൈകാര്യം ചെയ്യാം. അത് കൈകാര്യം ചെയ്യുമ്പോൾ എതിരാളിക്ക് സ്വാഭാവികമായിട്ടുള്ള വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ നിശ്ചിതമായ വിമർശനം എനിക്കെതിരായിട്ട് ഉന്നയിക്കും. അസംബ്ലിയിലും പുറത്തും ഒക്കെ ആയിട്ട് പറയും. നായനാരോട് അങ്ങനെ എതിർപ്പ് പറയില്ല. നായനാരെ എതിർക്കാൻ വേണ്ടിയിട്ടെല്ലാം എൻ്റെ തലക്കാണ് വെച്ചത്. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ നായനാർ രാത്രി 8 മണി 9 മണിയാകുമ്പോൾ ഫയലിലേക്ക് കടക്കും. ആളെല്ലാം വിട്ട് ഫയലിലേക്ക് കടക്കും. അപ്പോൾ നായനാരുടെ ആ സമയത്ത് നല്ല വിമർശനം വന്നത് ഒരു സാന്ത്വനമുണ്ട്. എനിക്കത് കേട്ടിട്ട് വിഷമായോ, പേടിച്ചു പോയോ? അപ്പോൾ ഞങ്ങൾ 3-4 പേരേ ഉണ്ടാവുള്ളൂ. പ്രൈവറ്റ് സെക്രട്ടറി മുരളീധരൻ നായർ, പ്രിൻസിപ്പൽ സെക്രട്ടറി രാമേന്ദ്രൻ നായർ, പിന്നെ നമ്മൾ PA വാരനുണ്ടാവും, നമ്മളായിരിക്കുക. അപ്പോൾ അതൊന്നും സാരമില്ല കേട്ടോ. മാങ്ങയുള്ള മാവിൻ്റെ മേലെ ആൾ കല്ലെറിയൂ. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും വിഷമം തോന്നുന്നു. അപ്പോൾ ആ കാലത്തുള്ള എല്ലാ വിവാദങ്ങൾക്കും ആ ഒറ്റ മറുപടി പറയാം. അല്ല, കേൾക്ക്. അപ്പം ഞാനൊരു ദിവസം നായനോട് തർക്കിച്ചു. മാങ്ങയുള്ള മാവിൻ്റെ മേലെ കല്ലെറിയുന്നുള്ള പൊതുനിയമം ശരി, എന്നാൽ മാങ്ങയില്ലാത്ത മാവിൻ്റെ നേരെയും കൂലി കൊടുത്താൽ കല്ലെറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നായന പറഞ്ഞു സാധിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ കണ്ണും തള്ളി. അതെന്താ അങ്ങനെ പറയുന്നത്? ഞാനെന്നൊരു 1000 ആംഗിൾ ആലോചിച്ചിട്ടില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? നായനാർ പറഞ്ഞത്, നീ ഒരാളെ ഏൽപ്പിക്കുന്ന 1000 രൂപ കൂലി, മാങ്ങിയൊന്നുമില്ല, ഇവൻ കല്ലെറിയാൻ തുടങ്ങും. രാവിലെ 8 മണി മുതൽ 5 മണി വരെ എറിയണ്ടേ? ഒരു കല്ലെറിഞ്ഞു. വഴിപോക്കന്മാർ കണ്ടു. അതെന്താ അണ്ണാനായിട്ട് എറിയുന്നതായിരിക്കും.
അയാൾ പോയി തിരിച്ചു വരുമ്പോൾ കല്ലെറിഞ്ഞോണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വരെ എറിയാനല്ലേ കൂലി കൊടുക്കും. അപ്പോൾ ആളവിടെ നിൽക്കും. എന്താ ഈ കുട്ടിക്ക് പറ്റിയേ? അപ്പോൾ 2-3 ആൾ കൂടും. അയ്യോ ഇന്നലെ വരെ ഈ ചെറുപ്പക്കാരനാ ഒന്നും ഇല്ലായിരുന്നു കേട്ടാ. അപ്പം അവനെ കുതിരവട്ടത്ത് എത്തിക്കുന്നതാണ് നാനാർ. അപ്പോൾ അത് കറക്റ്റ് നിർവചനമാണ് അല്ലേ? അത് കഴിഞ്ഞാണോ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി? അത് കഴിഞ്ഞിട്ടാണ്. ഇത്രയും അത് ആ ഒരു എക്സ്പീരിയൻസ് വരെ എത്തി. അത് കഴിഞ്ഞ് ജില്ലാ സെക്രട്ടറി. ഈ കണ്ണൂർ ജില്ലയിൽ താങ്കൾ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടം അത്ര ഇന്നത്തെ പോലെ സുഖകരമായിരുന്നില്ല. അല്ല, ആ കാലഘട്ടത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? വല്ലാത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളെ ബസ്സിൽ കയറ്റി കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി തിരിച്ചു വരുന്ന സമയത്ത് കാറ് തടഞ്ഞ് മാർക്സിസ്റ്റുകാരനാണ് ഡ്രൈവർ എന്ന കാരണത്താൽ ആ കുട്ടികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്ന അനുഭവം മുതൽ അങ്ങോട്ട് കൈപ്പത്തി വിറ്റ ദിവസമാണ് കിട്ടുന്നത്. അതെ, അങ്ങോട്ട് നിരവധി അനുഭവങ്ങൾ. ഇങ്ങനെ ഈ ആ സമയത്ത് ഇങ്ങനെ സഖാക്കള് അത് ആ ഘട്ടത്തിലാണ് കണ്ണൂർ ജില്ലാ സമ്മേളനം ഇവിടെ നടന്നത്. കണ്ണൂരിൽ VS ഉണ്ട്, പിണറായി ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിണറായി സംസ്ഥാന സെക്രട്ടറിയാണ്, VS മുഖ്യമന്ത്രിയാണ്, കോടിയേരിയുണ്ട്, നമ്മളെല്ലാവരും എല്ലാ നേതാക്കന്മാരും. അവിടെ വെച്ചാണ് പാർട്ടി ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇനി CPM പ്രവർത്തകൻ്റെ ചോര വീണാൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. അത്രയും സംഘർഷഭരിതമായിരുന്നു നാട്. പക്ഷേ ആ ഘട്ടമാകുമ്പോഴത്തേക്ക് എല്ലാ സംഘർഷവും അവസാനിച്ച് നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നൊരു സമാധാനത്തോടു കൂടിയിട്ടാണ്. എത്ര വർഷം? 5 വർഷം. 5 വർഷക്കാലം. ആ കാലഘട്ടത്തിൽ ഈ സംഘർഷം കാലഘട്ടം എന്നതിനപ്പുറത്തേക്ക് മറ്റ് സാമൂഹ്യ മണ്ഡലങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീൽ എന്തായിരുന്നു? നല്ല അനുഭവങ്ങളായിരുന്നു. കണ്ണൂരിൻ്റെ മുഖച്ഛായ മാറ്റത്തക്ക രീതിയിലുള്ള നല്ല ഇടപെടലുകൾ നമ്മൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ ഫ്ലവർ ഷോ ഒക്കെ വന്നത്. കണ്ണൂരിൽ കലക്ടർ ചെയർമാനായിട്ടുള്ള ആ കമ്മിറ്റിയുടെ ഫ്ലവർ ഷോ ഒക്കെ നമ്മൾ ആ സമയത്ത് ഉണ്ടാക്കിയ ചില സംവിധാനങ്ങളുടെ. MV രാഘവൻ ഇഷ്യൂ, KR ഗൗരിയമ്മ ഇഷ്യൂ ഒക്കെ വരുന്ന സമയമുണ്ട്. ആ സമയമൊക്കെ താങ്കൾ എങ്ങനെയാണ്, താങ്കളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ? ഉണ്ട്. ആ കാലഘട്ടമൊക്കെ താങ്കൾ എങ്ങനെ അതിജീവിച്ചു? MV രാഘവനെക്കുള്ള ഒരു തീപ്പൊരി നേതാവ്, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം, നല്ലോണം അറിയാം. ബന്ധം എങ്ങനെയായിരുന്നു? നല്ല ബന്ധമായിരുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മറുകണ്ഠം ചാടുമ്പോൾ അദ്ദേഹത്തെ പോയതിൽ അങ്ങേറ്റം വേദനയുണ്ട്, അന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തോട് ഞങ്ങളെല്ലാം ഒരു കാര്യം പറഞ്ഞു, പാർട്ടിയോടൊപ്പം എന്ത് നടപടി പാർട്ടി എടുത്താലും നിങ്ങൾ പാർട്ടിയിലുണ്ടാവണം. പാർട്ടി എപ്പോഴാണോ നിങ്ങൾ തള്ളിപ്പറയുന്നത്, നിങ്ങൾ തള്ളിപ്പറയുന്ന ആ നിമിഷം നിങ്ങളെ ഞങ്ങൾ തള്ളിപ്പറയും. പാർട്ടിയെ തള്ളിപ്പറയാൻ പാടില്ല. പിന്നെ EMS ഒക്കെ ആയിട്ട് EMS-ഉം VS-ഉം പിണറായിയും EK നായനാരൊക്കെയുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ താങ്കളുണ്ട്. അത്ര പ്രഗത്ഭരായ മനുഷ്യർ ഉള്ള സംസ്ഥാന കമ്മിറ്റി. അന്നേരം നമ്മളൊക്കെ ചെറിയ പുതിയ പുതുക്കക്കാരായിട്ട് വന്നത്. എന്നാൽ EMS ഒക്കെ ആയിട്ടുള്ള ഒരു അനുഭവം, അവരുടെയൊക്കെ പ്രവർത്തനം കണ്ടാണല്ലോ ഞങ്ങൾ വളരുന്നത്. EMS എങ്ങനെയാണോ? ഞങ്ങളൊക്കെ ട്രെയിനിങ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് പാർട്ടികൾ. EMS-ന്റെ ഓർമ്മകൾ എങ്ങനെയാണ്? EMS ഏറ്റവും നമുക്ക് ഏതൊരു കാര്യവും പോയി EMS-നോട് പറയാം, അധികം പറയേണ്ടി വരില്ല. അപ്പോഴത്തേക്ക് EMS മനസ്സിലാവും, കാര്യം മനസ്സിലാവും. പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ EMS അതിന് സൊല്യൂഷൻ പറയും. VS-ഉം അങ്ങനെ തന്നെയാണ്. VS-നോട് വളരെ അടുത്ത ബന്ധം തന്നെയാണ് പുലർത്തിയിട്ടുള്ളത്. നാനാർ പിന്നെ സ്വാഭാവികമായിട്ടും നാനാരുടെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ കാലഘട്ടമൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് താങ്കൾ ഈ MBA എടുത്തു, ജേർണലിസം എടുത്തു, അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ഒരു ആഗ്രഹമാണ് എനിക്ക്. ഇനി ഒരു ഡിഗ്രി കൊണ്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, സമയം തീരെ കിട്ടാത്തതുകൊണ്ട് മെനക്കെടാം. ഇനി എടുക്കാലോ? സൈക്കോളജി എടുക്കാൻ സമയമില്ല. ഇപ്പം ജേർണലിസത്തിൽ മാസ്റ്റർ ബിരുദം എടുത്തു, കറസ്പോണ്ടൻസ് കോഴ്സ് വഴി. അതുപോലെ തന്നെ MBA എടുത്തു, കറസ്പോണ്ടൻസ് കോഴ്സ് വഴി. അത് രണ്ട് കംപ്ലീറ്റ് ആയി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനം, ഞാൻ MA കോഴ്സ് പൂർത്തിയാക്കി പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ പിടിച്ച് ജയിലിട്ടു. ആ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ആ പരീക്ഷ എഴുതാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ മനസ്സിങ്ങനെ ഒരു വെമ്പലായിരുന്നു. പക്ഷെ അത് പിന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, ആ സിലബസേ മാറിപ്പോയി. അങ്ങനെയാണ് ഞാൻ 2 കറസ്പോണ്ടൻസ് കോഴ്സ് എടുത്ത് MBA അതുപോലെ MA ജേർണലിസവും. LLM എന്നൊക്കെ പറഞ്ഞ് വേറെ ലെവലിൽ പോകാലോ. അത് ടീച്ചർ പ്രൊഫഷൻ മാറിയിട്ട് ഈ MBA എടുക്കുന്നു, ജേർണലിസം എടുക്കുന്നു. ഞാൻ ഈ ദേശാഭിമാനിയിൽ വർക്ക് ചെയ്തപ്പോഴും നാനാരോട് വർക്ക് ചെയ്തപ്പോഴും ജേർണലിസത്തോട് എനിക്ക് നല്ല ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജേർണലിസത്തോടൊരു പ്രിയം വന്നു. അതുപോലെ വിവിധ സ്ഥാപനങ്ങളിൽ ഞാൻ ഇതിൻ്റെ ചുമതല എടുത്തിട്ടുണ്ട്, ഭരണ ചുമതല. റെയിൻകോ എന്ന് പറയുന്ന
നമ്മുടെ കണ്ണൂർ റെയ്ഡ്കോ അതിൻ്റെ ചെയർമാനായിരുന്നു. നല്ല മാറ്റം റെയ്ഡ്കോയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. KSFE എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റ് ടെക്നിക്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ ഒന്നും നടത്തിപ്പിന് അത്രയും പ്രാപ്തമല്ലേ എന്നൊരു ശങ്ക മനസ്സിൽ വരുമല്ലോ. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ടെക്നിക്സ് പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു മോഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ദേശാഭിമാനി മാനേജറായപ്പോൾ ജേർണലിസം പഠിക്കണം എന്ന് തോന്നി. KSFEയുടെ ചെയർമാനായപ്പോൾ MBA എടുക്കണം എന്ന് തോന്നി. അപ്പോൾ അതിന് കൂടുതൽ ശക്തിയോടെ ഇതിനേക്ക് നയിക്കണമെങ്കിൽ അത്തരം ബാക്ക്ഗ്രൗണ്ട് വേണം. നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രവർത്തിക്കുമ്പോൾ നാട്ടിലെ വ്യത്യസ്ത മേഖലയിലുള്ള സ്ഥാപനങ്ങളായാലും മറ്റ് വിവിധ ആക്ടിവിറ്റീസ് ആയാലും അത് നയിക്കണമെങ്കിൽ നമുക്ക് അറിവുണ്ടാവണം. നമ്മളൊരാളുടെ പുറകിൽ നിൽക്കാൻ പറ്റില്ല. ഈ EK നായനാർ എന്ന മുഖ്യമന്ത്രി ഏറ്റവും രസകരമായി മനുഷ്യരെ കൊണ്ടു നടക്കുന്ന ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പ്രിയം തോന്നുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഇരട്ടച്ചങ്ങനക്കെന്ന് വിളിക്കുന്ന ഭയങ്കര കടുപ്പക്കാരനെന്ന് പുറംലോകം അറിയുന്ന പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം അതെങ്ങനെയാണ് അനുഭവിച്ചത്? അതിൽ നായനാർ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി ലീഡർ എന്നുള്ള നിലക്കാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഈ തമാശ പറഞ്ഞ് പൊതുയോഗത്ത് പ്രസംഗിക്കുന്ന ആളല്ല നായനാർ കേട്ടാ. ഭരണകർത്താവ് എന്ന നിലയിൽ അങ്ങേയറ്റത്തെ കാർക്കശ്യമുള്ള ഒരു ഭരണകർത്താവാണത്. പറഞ്ഞത് നടന്നിരിക്കണം. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചൊരു കാര്യം ചെയ്തില്ലെങ്കിൽ നായനാർ സഹിക്കുന്ന വിഷയമില്ല. അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒരു ദിവസം ഒരു കടപ്പുറത്ത് വെള്ളം കയറിയിട്ടൊരു ആളുടെ വീടെടുത്ത് പോയി. അപ്പോൾ ഈ സ്ത്രീയും ഭർത്താവും കൂടി കരഞ്ഞുകൊണ്ട് നായനാരെടുക്കാൻ വന്നു. എൻ്റെ വീട് പോയി, ഇപ്പോൾ എനിക്ക് വീടില്ല കിടക്കാനും പറഞ്ഞു. നായനാർ നമ്മളെ ഉടനെ വിളിച്ചു കൂട്ടി. ഇവർക്ക് ഉടൻ വീട് കൊടുക്കാൻ പറയണം. കലക്ടറെ വിളിച്ച് പറയുന്നു, ആ സ്ഥലത്ത് കൊടുക്കാൻ പറ്റില്ല, ഇത് വെള്ളം കയറുന്ന സ്ഥലമാണ്, തിരയടിക്കുമ്പോൾ കയറുന്ന സ്ഥലമാണ്, അപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ കലക്ടർ കൊടുക്കാൻ പറ്റിയ മിച്ചഭൂമിയാണ്. മിച്ചഭൂമിയുള്ളത് ഫോറസ്റ്റിലാണ്, കാട്ടിനോട് ചേർന്ന സ്ഥലത്താണ്. ഇവർ മത്സ്യത്തൊഴിലാളികളാണ്, ഇവർക്ക് അവിടെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ രണ്ടാം തവണ ഇവർ വന്നു. ഇപ്പോൾ നായനാർ ഇവർ കരയുമ്പോൾ നായനാരുടെ കണ്ണും നിറയും സ്വാഭാവികമായിട്ടും. അപ്പോൾ നായനാർ വന്ന് ദേഷ്യപ്പെട്ട് കലക്ടർ ഇങ്ങോട്ട് വിളിക്കുക, ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് അവസാനം ആ പ്രശ്നം ഒരുവിധം കടലിനടുത്തൊരു സ്ഥലം കൊടുത്ത് അവസാനിപ്പിക്കുക ചെയ്തത്. വൈകാരികമായ കാര്യം തീരുമാനിച്ചാൽ, പ്രത്യേകിച്ച് ജനങ്ങളുടെ വിഷയമാണെങ്കിൽ അത് അങ്ങനത്തെ നടന്നിരിക്കണം. അതിൻ്റെ ഒരു കുറേ കൂടി പ്രൊഫഷണൽ രൂപമാണ് പിണറായിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. പിണറായി ഇന്നത്തെ കാര്യം മാത്രമല്ല നോക്കുക, വരും കാലം കൂടി നോക്കിയിട്ട് അത് പ്ലാൻ ചെയ്ത് ഇവിടെ നടന്നില്ലെങ്കിൽ, നിങ്ങൾ പറഞ്ഞില്ലേ പിണറായിയുടെ കാർക്കശ്യം, ആ കാർക്കശ്യം ആരായാലും അനുഭവിക്കും, ഏത് ഉദ്യോഗസ്ഥരും അനുഭവിക്കും. എന്നാൽ മറിച്ചാണെങ്കിൽ അങ്ങേയറ്റത്തെ സൗമ്യഭാവമുള്ളൊരു മുഖ്യമന്ത്രിയാണ് പിണറായി. നായനാരെ പോലെ തന്നെയാണ്. അല്ല, ഈ പുറത്ത് പറയുന്നത് പോലെ തന്നെ പുറത്ത് ജനങ്ങളെ ആക്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആക്രമണ സമയത്ത് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയന് കാർക്കശ്യ രൂപയെ കാണിക്കാൻ കഴിയൂ. അത്രയേ ഉള്ളൂ. ആ കാർക്കശ്യ രൂപമാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ജനങ്ങളൊരു പ്രശ്നം കൊണ്ട് പിണറായിയെ കാണട്ടെ. കോവിഡ് വന്നു നാട്ടിൽ, ജനങ്ങളോട് ഇത്രയും സൗമ്യത കാണിച്ച വേറൊരു ഭരണകർത്താവുണ്ടോ? കോവിഡ് കാലത്ത് ചേർത്ത് നിർത്തിയെന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ചീഫ് ഏജൻ്റായിരുന്നു ഞാനൊരു വീട്ടിൽ വോട്ട് പറയാൻ വേണ്ടി പോയി, ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ. ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞ കാര്യം അറിയോ? നിങ്ങൾ എന്തായാലും ഇപ്രാവശ്യം നല്ല വോട്ടിന് ജയിക്കും. ഞാൻ പറഞ്ഞു, എന്താ കാരണം? എൻ്റെ അമ്മ ജനിച്ചിട്ട് ഇതുവരെ കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്രാവശ്യം അമ്മ പറയുന്നു ഞാൻ പിണറായിക്ക് വോട്ട് ചെയ്യും. പിണറായി അവിടെ മത്സരിക്കുന്നില്ല, അദ്ദേഹം തെക്കൻ കേരളക്കാരനാണ്. പിണറായിക്ക് വോട്ട് ചെയ്യും. എന്തിനാ കാര്യം? ഈ കോവിഡ് വന്നപ്പോൾ ജനങ്ങളെ ചേർത്ത് നിർത്തുക മാത്രമല്ല, പട്ടിക്കും പൂച്ചക്കും കുരങ്ങിനും ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവേ ഉണ്ടായിട്ടുള്ളൂ ഈ കേരളത്തിൽ. എല്ലാ ജീവജാലങ്ങളെയും ചേർത്ത് പിടിച്ചു. അപ്പോൾ മനുഷ്യസ്നേഹവും സമൂഹത്തിൽ ജീവിക്കുന്ന സർവ ജീവജാലങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുതലുമാണ് അതിലൂടെ വെളിവാകുന്നത്. ഒരു ചോദ്യം, EMS ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന ആളാണ് താങ്കൾ. ആകെ ഒരു തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുള്ളൂ. പിന്നെ മത്സര രംഗത്ത് അതല്ല, അതിൽ ഈ മത്സരിക്കുക ജയിക്കുക എന്ന് പറയുന്നതല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചുമതല. പാർട്ടിക്ക് വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. എല്ലാവരും മത്സരിക്കാൻ പുറപ്പെട്ട ചുമതല എടുക്കാൻ ആൾ വേണ്ടേ? അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രവർത്തന പരിചയവും ആവശ്യകതയും കണക്കിലെടുത്തുകൊണ്ട്
അതാത് കാലത്ത് പാർട്ടി ഓരോ ചുമതല നിശ്ചയിക്കും. ആ ചുമതലയിൽ പ്രവർത്തിക്കലാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉത്തരവാദിത്വം. ഈ ഒരു ചോദ്യം, താങ്കൾ നയനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പിണറായി, രണ്ടും ആഭ്യന്തരം കയ്യിലുള്ളപ്പോഴാണ്. അതെ, ഒരു തൊട്ടാൽ പൊള്ളുന്ന ഒരു സാധനം ഈ ആഭ്യന്തരം. ഈ IPS ഉൾപ്പെടെയുള്ള IPS IPS വരും IAS വരുവാണല്ലോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അറിവിൻ്റെ വലിയ ആളുകൾ എന്ന് പറയുന്നത്. അവരെ നയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ? എന്താണ് അതിൻ്റെ ഒരു ടാക്ടിക്സ്? അത്രയൊന്നും വിഷമമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല അതിബുദ്ധിമാന്മാരാണല്ലോ ഇവർ എന്ന് കരുതുകയാണ്. ഈ ബുദ്ധി എന്ന് പറയുന്നത് നവാസിനായാലും എനിക്കായാലും ഇവർ രണ്ടുപേർക്കായാലും എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷേ നിങ്ങൾ എന്തിനു വേണ്ടി ഇത് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ വ്യക്തമായൊരു പരിപാടി ഗവൺമെൻറ്റിനുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ പരിപാടി നടപ്പിലാക്കാനുള്ള ബുദ്ധിയാണ് മന്ത്രിയും പ്രയോഗിക്കുന്നത്, സെക്രട്ടറിയായി ഞാനും പ്രയോഗിക്കുന്നത്, അതുപോലെ ഗവൺമെൻറ് സെക്രട്ടറിമാരും പ്രയോഗിക്കുന്നത്, IPS കാരും പ്രയോഗിക്കുന്നത്. ഈ ഒരു ആ ഒറ്റ ലക്ഷ്യത്തിൽ അത് നടപ്പായിക്കൊള്ളുമെന്നല്ലാതെ വേറെ പണിയൊന്നുമില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു പരിപാടിയാണ്. ഈ താങ്കൾ 96 പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ IPS IAS ഇന്നത്തെ IPS IAS ഇന്ന് റിട്ടയർ ചെയ്തിട്ട് അപ്പോൾ പൊളിറ്റിക്സിൽ പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കാണുന്നത്. ആ ഒരു വ്യത്യാസം താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നത്? അങ്ങനെ ഒരിക്കലും നമ്മൾ പഴയ കാലത്ത് കണ്ടിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഒരു പൊതുവിൽ എല്ലാവരും പോകുന്നതൊന്നും അർത്ഥമില്ല. ഒറ്റപ്പെട്ട ചിലർ പോകുന്നുണ്ട്. ആ ഒറ്റപ്പെട്ട ചിലർ പോകുന്നത് ജനാധിപത്യപരമായിട്ട് അവർക്കുള്ള അവകാശമാണ്. അങ്ങനെ നമ്മൾ എടുത്താൽ മതി. അതിൻ്റെ അകത്ത് വല്ലാതെ ഡിഫറൻഷ്യേറ്റ് ചെയ്തങ്ങ് എടുക്കണ്ട. അവർക്ക് ജനാധിപത്യ അവകാശം, അവരുടെ പോകുന്നുണ്ട് വെച്ചാൽ പോയിക്കോട്ടെ. ഈ 2 ടൈം ഇപ്പം പിണറായി ഭരിച്ചു കഴിഞ്ഞു. 3ാം ടൈമിലേക്കുള്ള പുതിയ ഇലക്ഷൻ വരികയാണ്. 3ാം ടൈം വരുമെന്ന് പറയുന്നു. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നു, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. താങ്കളുടെ റീഡിംഗ് എന്താണ്? കേരളത്തിലൊരു പുതിയ കേരളം വേണമെന്നുള്ള ആഗ്രഹം ജനങ്ങൾക്ക് ആകെയുണ്ട്. ആ പുതിയ കേരളം എന്ന് പറയുന്നത് എല്ലാവർക്കും ജീവിത അവസരമുള്ളൊരു കേരളമാണ്. കുറേ ആൾ സുഖമായി ജീവിക്കുകയും കുറേ ആൾ പട്ടിണി കിടക്കുകയും ചെയ്യുന്ന കേരളമല്ല. നവകേരളം എന്ന കാഴ്ചപ്പാട് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചതും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവകേരളം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വീട്, ഭക്ഷണം, വിദ്യാഭ്യാസം, തൊഴിൽ, ജീവിത സൗകര്യങ്ങൾ ഇത് പ്രദാനം ചെയ്യുന്ന ഒരു വികസിത രാജ്യത്തെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ ഉയർത്തുക എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് വേണം എന്ന് പറയുന്നവരാണ് മഹാഭൂരിപക്ഷം മലയാളികളും. അപ്പോൾ അതിനോടൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നാണ് താങ്കൾ? ജനങ്ങൾ നിന്നുകൊണ്ടിരിക്കുക. ഇനിയും നിൽക്കും. ഒരു ചോദ്യം, ഇപ്പോൾ ഒറ്റ കാര്യങ്ങൾ നോക്കിക്കോ. മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശ മലയാളികളെ കാണാൻ വേണ്ടി പോയില്ലേ? എന്തായിരുന്നു പ്രതികരണം? അതത് നാടിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇത്ര ആൾ വന്നിട്ടില്ല. ചില സംഘടനകൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സംഘടനയുടെ പ്രവർത്തകർ ഉൾപ്പെടെ അടിച്ചു പിടിച്ചു വന്നു. കാരണം എന്താ? ഇങ്ങനെയൊരു മാറ്റം കേരളത്തിൽ വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ദേശീയവാദ നിങ്ങൾ ആലോചിച്ചു, ഈ കാഴ്ചപ്പാടിലെ ദേശീയവാദി ഉണ്ടാവുമോ? കേരളത്തിൽ ഭൂമി എടുത്തു കൊടുക്കാൻ തയ്യാറാവാത്തതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം പൂട്ടിപ്പോയതാണ്. അത് ഇവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി കൊണ്ടല്ലേ അത് തിരിച്ചു വന്നത്. ഇപ്പം നിങ്ങൾ ഓർക്ക് ഈ തലശ്ശേരിയുള്ള ബൈപ്പാസ്, മാഹി മുഴപ്പലങ്ങാട് ബൈപ്പാസ് 40 വർഷത്തിലേറെയായി സ്ഥലം എടുത്തിട്ടിട്ട് അല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ച്? ഇതുപോലെ കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള പദ്ധതികൾ സാക്ഷാത്കരിച്ചാൽ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നൊരു കേരളമില്ലേ, ആ കേരളം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അതെല്ലാവർക്കും ജീവിത അവസരമുള്ളൊരു കേരളമായിരിക്കും. ഒരു ചോദ്യം, KSF ചെയർമാൻ, അതെടുക്കാൻ MBA, ജേർണലിസം, LLB, അങ്ങനെ സകല വിദ്യാഭ്യാസ രംഗത്ത് എനിക്ക് തോന്നുന്നു സിവിൽ സർവീസിന് തുല്യമായി തന്നെ എല്ലാം കൈപ്പിടിയിൽ ഉണ്ട്. ഇനി ഒരു ഭരണചക്രം തിരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ജനപ്രതിനിധിയായി വരേണ്ടേ താങ്കൾ? അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള സാധ്യതയുണ്ടോ? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി എന്ത് തീരുമാനിച്ചാലും എന്തും ചെയ്യാൻ പാർട്ടി തീരുമാനമുണ്ടെങ്കിൽ എനിക്ക് റെഡിയുമാണ്. എന്തിനും റെഡിയാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇത്രയും കാലത്തെ ജീവിതം പാർട്ടിയുടെ മെമ്പറായിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ പോയി ഏതെങ്കിലും പ്രദേശത്ത് പാർട്ടി ഇല്ലാത്ത സ്ഥലത്ത് പാർട്ടി കെട്ടിപ്പടുക്കാൻ പറഞ്ഞാൽ സന്തോഷത്തോടെ അത് സ്വീകരിക്കും. വേറെ ഏതെങ്കിലും ഉത്തരവാദിത്തം എടുക്കാൻ പറഞ്ഞാൽ അതേ സന്തോഷത്തോടെയേ സ്വീകരിക്കും. പാർട്ടി എന്താണോ തീരുമാനിച്ചത്, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ പോസ്റ്റിനോട് പ്രത്യേക സ്നേഹമല്ല.
പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ഉണ്ടാവുന്ന സ്നേഹം മാത്രമേ അതിനോട് അതിനുണ്ടാവുള്ളൂ. ഇനി ഒരു ചോദ്യം കൂടി. താങ്കളിപ്പം നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു, എല്ലാം പറഞ്ഞു. പൊതുസമൂഹത്തോട്, ഇന്നത്തെ തലമുറയോട് താങ്കൾക്ക് വന്നു കിടന്ന ആ ഒരു അവസ്ഥ ഇന്നത്തെ പൊതുപ്രവർത്തകർക്കില്ല. ഇന്നിൻ്റെ പൊതുപ്രവർത്തകർ പറഞ്ഞാൽ സർവ്വ സുഖ സൗകര്യങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? അതൊക്കെ നമ്മൾ പുറത്ത് കാണുന്നൊരു തോന്നലാണ്. സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, അതിൻ്റെ നേതൃത്വം, പ്രവർത്തകൻ എന്നൊക്കെ പറയുന്നത് ഓരോ ഘട്ടത്തിലുമുള്ള രാഷ്ട്രീയ അന്തരീക്ഷം, സാമൂഹ്യ അന്തരീക്ഷമാണ് രൂപപ്പെടുത്തുക. ഇപ്പം അടിയന്തരാവസ്ഥ കാലത്ത് ഞാനൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലെ അന്ന് പ്രവർത്തിച്ച ആളുകൾക്ക് അന്ന് പ്രവർത്തിക്കുന്നൊരു സ്റ്റൈൽ വേറെയാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇന്നാൾ പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ സാധിക്കുമോ? ഇന്ന് അടിയന്തരാവസ്ഥയല്ല. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് ഒരു വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. യെസ്. താങ്കളുടെ കുടുംബം, അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ പറഞ്ഞു. ജീവിത പങ്കാളിയായിട്ട് ആരെ, എവിടുന്ന്, എപ്പോൾ, എങ്ങനെ കണ്ടു? 88-ലാണ് ഞാൻ വിവാഹിതനാകുന്നത്. എങ്ങനെയാണ്? അറേഞ്ച്ഡ് മാരേജ് ആണോ, പ്രണയമാണോ? അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. അറേഞ്ച്ഡ് മാരേജിന് ശേഷമാണ് പ്രണയം ആരംഭിക്കുന്നത്. പിന്നെയാണ് പ്രണയം. എന്താണ് ആ ജീവിത പങ്കാളിയുടെ പേര്? ജീവിത പങ്കാളിയുടെ പേര് ഷീജ. അവരെവിടെയാണ് വീട്? അവർ വീട് കണ്ണൂർ, ഇവിടെ താളിക്കാവാണ്. താളിക്കാവ്. അവർ സർക്കാർ സർവീസിലോ അങ്ങനെ എന്തെങ്കിലും? അവർ അച്ഛൻ ഒരു പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററായിരുന്നു. അവർ സംഘടനാ പ്രവർത്തനമൊക്കെ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. മക്കൾ എത്ര പേരുണ്ട് നിങ്ങൾക്ക്? എനിക്ക് 2 പേര്. എന്തൊക്കെയാണ് അവരുടെ പേര്? ഒന്ന് സഞ്ജയ്, സഞ്ജയ് മാരീഡാണ്. എന്താണ് മരുമകളുടെ പേര്? അയന്യ. പേരക്കുട്ടിയുണ്ടോ? പേരക്കുട്ടിയുണ്ട്. എന്താ പേര്? യശസ്വി. അത് കഴിഞ്ഞുള്ള ആള്? അത് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ്. കല്യാണം കഴിഞ്ഞോ? അയാൾ കല്യാണം കഴിഞ്ഞു. ജീവിത പങ്കാളിയുടെ പേര്? ചൈത്ര. ചൈത്ര. അവരുടെ പേരക്കുട്ടിയുണ്ട്? ജോലി ഇല്ല, ആയിട്ടില്ല. അവരുടെ ജോലി സംബന്ധിച്ച് പറഞ്ഞാൽ ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് സഞ്ജയ്, മറ്റേ ആൾ കെമിക്കൽ എഞ്ചിനീയറാണ്. എഞ്ചിനീയർ ആക്കി. നിങ്ങളുടെ സ്വപ്നം അവരിലൂടെ യാഥാർത്ഥ്യമാക്കി. അവിടെ നിന്നില്ല, അവിടെ തീരുന്നില്ല. പിന്നെ കെമിക്കൽ എഞ്ചിനീയർ കോവിഡ് കാലത്ത് ഇവിടെ വന്ന് എൻ്റെ കൂടെ അഭിഭാഷകൻ്റെ പണിയെല്ലാം കണ്ടപ്പോൾ അഭിഭാഷകനാ മോഹം വന്നു. MKD ആയിട്ട് വളരെ ആരാധനാഭാവത്തിൽ പുള്ളിക്ക് ബന്ധം. MK ദാമോദരൻ ഇവരായിട്ട് സംസാരിച്ച ശേഷം എന്നോട് പറഞ്ഞു, ശശി ഒരു തെറ്റ് ചെയ്തു ജീവിതത്തിൽ. ഇവൻ എഞ്ചിനീയർ ആയിരുന്നില്ല ആക്കേണ്ടത്, വക്കീലായിരുന്നു ആക്കേണ്ടത്. അപ്പുറത്ത് എഞ്ചിനീയർ ആകാൻ പോയി വക്കീലായി. എന്നിട്ട് LLB ചേർന്നു, പാസ്സായി, എൻറോൾ ചെയ്തു. ഇപ്പൊ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നു. എഞ്ചിനീയർ ഹൈക്കോടതിയിൽ. അതെ. രണ്ടാമത്തെ ആള് ഇതേ ആവേശത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു, ഉണ്ടായിരുന്ന ജോലി രാജിവെച്ചു. ഇപ്പൊ LLB കഴിഞ്ഞു. ഈ ജനുവരി മാസം 11-ാം തീയതി എൻറോൾ ചെയ്യാൻ പോകും. ഇനി അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഏതാണ്ട് 1,30,000 പേർക്ക് അന്നം കൊടുക്കുന്നു. അത് ഏറ്റവും അവസാനം ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. പട്ടിണി ഇനിയും അങ്ങനെ വിട്ടുമാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ ഒരു ആശയത്തിലേക്ക് താങ്കൾ വന്നു? അത് വന്ന കോവിഡ് കാലമാണ്. കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു, കേരളത്തിൽ ഒരാളും പട്ടിണി കിടക്കരുത്, ഓരോരുത്തരും കഴിവൊത്ത് സഹായിക്കണം. ഇപ്പോൾ പീപ്പിൾ ലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനം നിയമമേഖലയിൽ സൗജന്യ പരിപാടിയൊക്കെ നടത്തുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ ആ ആഹ്വാനം ഏറ്റെടുത്തു. അങ്ങനെ ഒരു 25 പൊതി ഭക്ഷണം കോഫി ഹൗസിൽ വാങ്ങിയിട്ട് കണ്ണൂർ സ്റ്റേഡിയം കോർണർ വിതരണം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അന്ന് തുടങ്ങി. എത്ര വർഷം മുമ്പ്? 4 വർഷം. കോവിഡ് കാലം. 4 വർഷം. കോവിഡ് അവസാനിക്കുന്ന കാലം. അത് തുറന്നു. അപ്പോൾ വരി നിന്ന് ലൈനായി നിന്നിട്ട് ആളുകൾ വന്ന് ഈ ഭക്ഷണ കൗണ്ടറിൽ നിന്ന് ഭക്ഷണം വാങ്ങി പോവാണ്. അപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാലും ലൈനാടി ഉണ്ടാവും. ഞങ്ങൾ കൗണ്ടറില്ലെങ്കിലും ആൾ വന്ന് കാത്തിരിക്കുകയാണ്, ഭക്ഷണത്തിന് കാത്തിരിക്കും. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഈ ലൈനിൽ ഒരാളെങ്കിലും ബാക്കി നിൽക്കുന്ന കാലം വരെ ഈ ഭക്ഷണം കൊടുക്കുന്നില്ല. 4 വർഷമായി. അതോടൊപ്പം തന്നെ ഓട്ടിസമൊക്കെ ബാധിച്ച് വിഷമിക്കുന്ന കുട്ടികളൊരു സ്കൂളുണ്ട് ഇവിടെ, IRPC നടത്തുന്ന സ്കൂൾ കണ്ണോത്തിഞ്ചാൽ. അവിടെയുള്ള കുട്ടികൾക്കും സൗജന്യ ഭക്ഷണം ഞങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ലോ ഫൗണ്ടേഷൻ, പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നല്ല നിലയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകുന്ന ചില ക്ഷീണം അതിനുണ്ട്. മതി, നമ്മുടെ സമയം. ഏത് സക്സസ് സ്റ്റോറി നമ്മളൊരു 40 മിനിറ്റിൽ വൈൻഡപ്പ് ചെയ്യാറുണ്ട്. ഇത് പിന്നെ തീരുന്നില്ല. ഇനിയും ഒത്തിരി ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ഇതാണ് പി ശശി എന്ന പൊതുപ്രവർത്തകൻ. കടന്നു വന്ന വഴികൾ പഠിക്കാൻ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ ഒരു സ്ഥലത്ത് വെച്ച് പഠനം നിന്നാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരിക്കലും സാധിക്കാറില്ല. തൻ്റെ സ്വപ്നങ്ങളെല്ലാം തന്നിലൂടെയും തൻ്റെ മക്കളിലൂടെയും പൂർത്തീകരിച്ച് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ.
നാടിൻ്റെ നന്മ അത് മാത്രമാണ് മനസ്സിൽ ലക്ഷ്യം. ദീർഘവീക്ഷണത്തോടുകൂടി കേരളം കണ്ട പ്രഗത്ഭരായ 2 മുഖ്യമന്ത്രിമാർക്കൊപ്പം EMS-നെ പോലുള്ള VS അച്യുതാനന്ദനെ പോലുള്ള പ്രമുഖ നേതാക്കൾക്കൊപ്പം സഞ്ചരിച്ചതിൻ്റെ കരുത്തുമായാണ് P ശശി നമ്മോടൊപ്പം ഇന്ന് ഈ സക്സസ് സ്റ്റോറിയിൽ ഇരുന്നിട്ടുള്ളത്. ഇത് പുതിയ തലമുറയ്ക്ക് വേണ്ടി, പഴയ തലമുറയ്ക്ക് കുറേയൊക്കെ P ശശിക്ക് അറിയാം, പുതിയ തലമുറ P ശശി എന്ന നാമം മാത്രമാണ് കേൾക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് കടന്നു വന്ന വഴികളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ സക്സസ് സ്റ്റോറി ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രേക്ഷകർക്കും ഒപ്പം P ശശിക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.